ഈയിടെയായിട്ട് നിങ്ങൾ ഏതെങ്കിലും വസ്തുക്കളിൽ തൊടുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡോറിൻ്റെ ഹാൻഡിൽ ഇതുപോലെ തൊടുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്നുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തോ, ഷോപ്പിംഗ് മാളുകളിലെ റെയിലിങ്ങിൽ തൊടുന്ന സമയത്തോ, ട്രോളികൾ തള്ളുന്ന സമയത്തോ, ആർക്കെങ്കിലും ഷെയ്ക്കാനും കൊടുക്കുന്ന സമയത്തോ, അതുമല്ലെന്നുണ്ടെങ്കിൽ പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കമ്പിളിപ്പുതപ്പിൽ തൊടുന്ന സമയത്ത് ഒരു സ്പാർക്കും ശബ്ദവും എല്ലാം കേട്ടിട്ടുണ്ടോ? ഇതെന്താണ് സംഭവം എന്ന് പല ആളുകളും ഈയിടെയായിട്ട് ചോദിച്ചിരുന്നു. ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിതോർജ്ജം. ഈ സ്ഥിതോർജ്ജം കാരണമാണ് മേഘങ്ങളിൽ ഉണ്ടാകുന്ന മിന്നലുകൾ. ഇതുപോലെ തന്നെയുള്ള കൊച്ചു കൊച്ചു മിന്നലുകൾ കാരണമാണ് നമുക്ക് ഈ ഷോക്ക് അടിക്കുന്നതും ഈ ചെറിയ ശബ്ദം കേൾക്കുന്നതും. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങളാലാണ്. ഈ ആറ്റത്തിന്റെ പുറത്തുള്ള ഇലക്ട്രോൺസുകൾ സ്ഥാനം മാറുമ്പോഴാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നത്. കൂടുതൽ ഇലക്ട്രോണുകൾ ഇതുപോലെ സ്ഥാനം മാറിയാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൂടുതൽ ഉണ്ടാകും. അതാണ് മേഘങ്ങളിൽ സംഭവിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഘർഷണം മൂലമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗ്ലാസ്, വൂളൻ, റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ. ഇവിടെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണം നോക്കാം. ഈ പ്ലാസ്റ്റിക് ഇതിൽ ഉരസിയതിനു ശേഷം വെള്ളത്തിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അത് ആകർഷിച്ച് ഇതുപോലെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉരസിയതിനു ശേഷം കടലാസിന്റെ പുറത്ത് പിടിക്കുമ്പോൾ ഈ കടലാസ് കഷ്ണങ്ങളും അതിലേക്ക് ആകർഷണം ചെയ്യുന്നുണ്ട്. ഇത് ഈ വസ്തുക്കളിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലമാണ്. ഇത് ഡിസ്ചാർജ് ആകുമ്പോഴാണ് ഇതുപോലെ സ്പാർക്ക് ഉണ്ടാകുന്നത്. ചെറിയ ശബ്ദവും നമുക്ക് കേൾക്കാം. നമ്മൾ വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ അതിന് മുന്നിലുള്ള AC അല്ലെങ്കിൽ ജെറ്റ് എയർ വഴി വായു നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കുറച്ച് ഇലക്ട്രോണുകൾ സ്ഥാനം മാറി ഇതുപോലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകും. അത് കാരണമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ ഡോറിൽ തൊടുമ്പോഴോ എർത്ത് ചെയ്യാൻ പാകത്തിന് ഏതെങ്കിലും വസ്തുവിൽ തൊടുമ്പോഴോ ഷോക്ക് അടിക്കുന്നത്. ഇതുപോലെയുള്ള ഷോക്ക് കാരണമാണ് പലപ്പോഴും പെട്രോൾ പമ്പുകളിൽ അപകടം ഉണ്ടാകുന്നത്. പലരും പറയുന്നത് മൊബൈൽ ഉപയോഗിച്ചത് കാരണമാണ് പെട്രോൾ പമ്പിൽ അപകടം എന്നാണ്. പക്ഷേ ഈ മൊബൈലല്ല വില്ലൻ. യഥാർത്ഥ വില്ലൻ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലമുള്ള അപകടം കുറയ്ക്കുവാനായിട്ട് പെട്രോൾ പമ്പിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ വണ്ടിയുടെ ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് പെട്രോൾ ഒഴിക്കുക എന്നുള്ളത്. കൂടാതെ കത്തുപിടിക്കുന്ന വസ്തുക്കളുമായിട്ട് വരുന്ന ട്രക്കുകളെല്ലാം എർത്ത് ചെയ്തതിന് ശേഷമാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്, സാധനങ്ങൾ മാറ്റുന്നത്. ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് തണുത്ത ക്ലൈമറ്റിലാണ്. തണുത്ത വായു എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി കുറഞ്ഞ വായുവാണ്. അത് കാരണം തന്നെയാണ് നമ്മൾ ഈ റബ്ബർ ചെരുപ്പും വൂളൻ്റെ ഡ്രസ്സും ഡ്രൈ ക്ലൈമറ്റുമുള്ള ഈ തണുത്ത സീസണുകൾ, പ്രത്യേകിച്ച് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇതുപോലെയുള്ള സ്പാർക്കുകൾ ശരീരത്തിന് ദോഷമാണോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിലല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.